ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഡിഫറൻഷ്യൽ ന്യൂട്രോട് ചേർന്നുള്ള രണ്ട് ഷോക്കുകളിലോ ഒന്നിന്റെ മൗണ്ടിങ്ങിന് അത് പുറത്തോട്ട് ചാടി നിൽക്കുന്നത്. അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവരത് ചെയ്ത് വെച്ചായിരിക്കും. എന്നാലും അതൊരു ഇംപ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ്. അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നോക്കണം. ഞാനിപ്പോൾ അവരുമായിട്ട് അതോറിറ്റീസായിട്ട് സംസാരിക്കുന്നതിൻ്റെ ലാസ്റ്റ് മെയിൻ്റനൻസ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം. എനിക്ക് തോന്നുന്നു 2012 മുകളിൽ വണ്ടിയാണ്. 2012 മുകളിലെന്ന് പറയുമ്പോൾ അതിൻ്റെ 13 വർഷത്തെ പഴക്കം. അതൊരു ഒരുപാട് വലിയ പഴക്കമൊന്നും പറയാനും പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ പറയാൻ ഇദ്ദേഹം ഒരു 72 വയസ്സ് പ്രായമുള്ള ഒരാളാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കണം. അദ്ദേഹം ഇതിന് മുൻപ് ഇങ്ങനെ അപകടം ഉണ്ടാക്കിയിട്ടുള്ളതാണോ അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം ഇഞ്ചേർഡ് ആയതുകൊണ്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ മൊഴി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കുന്നുണ്ട്. സ്കൂൾ അതോറിറ്റീസിൽ ഒന്ന് അവരോട് സംസാരിച്ചിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2016 എന്ന് പറയുമ്പം 2026 എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു വർഷത്തെ CF കിട്ടുന്ന വണ്ടിയാണ്. എന്നാലും 6 മാസത്തിനകത്ത് CF എടുത്ത വണ്ടിയായിരിക്കും. നോക്കണം. ഡീറ്റെയിൽസ് ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് വിശദമായിട്ട് പറയാൻ കഴിയും. വാഹനത്തിൻ്റെ കണ്ടീഷൻ പോരാ. അത് തന്നെ അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു.